വെൽക്കം ടു പെപ്പ്. നമ്മൾ എൻവയോൺമെന്റൽ സൈക്കോളജിയെ കുറിച്ചായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് വെൽബീയിങ്. ഹ്യൂമൻ ബിഹേവിയറിലും വെൽബീയിലും എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ പല കാര്യങ്ങളും, അതായത് ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പല ആസ്പെക്റ്റുകൾ എന്താണ് ഹ്യൂമൻ ബിഹേവിയറിനെ വെൽബീയിങ്ങിനെയും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നേച്ചേഴ്സ് നെർച്ചർ, നേച്ചറിന്റെ നെർച്ചറിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് ഗ്രീൻ സ്പേസസ്. അപ്പൊ നേച്ചറിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറൽ വേൾഡിനേക്കുള്ള നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെൽബീയിങ്ങിനുള്ള ബൂസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾ എത്രത്തോളം ടൈം പാർക്കുകളില്, ഫോറസ്റ്റുകളില്, ഗ്രീൻ റൂഫുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം അത് നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കൊഗ്നിറ്റീവ് ഫങ്ഷനുകൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ സൺലൈറ്റ് ആൻഡ് നാച്ചുറൽ ലൈറ്റ്. അപ്പൊ നാച്ചുറൽ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റുകളിലേക്ക് എത്രത്തോളം നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നുണ്ടോ അത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അതായത് നമ്മുടെ സിർക്കേഡിയൻ റിതത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അലേർട്ട്നെസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സൺലൈറ്റ് എത്രത്തോളം ലാക്ക് ചെയ്യുന്നുണ്ടോ അത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ആവാൻ കാരണമാവും. നിങ്ങൾ ഈ പുറത്തൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പൊ ഒരുപാട് പേര് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്നവരൊക്കെ പറയുന്നത് കേൾക്കുന്നത് അവിടെ സൺലൈറ്റിനോടുള്ള എക്സ്പോഷർ കുറവായിരിക്കും നല്ല വിന്റർ ടൈമിൽ എന്ന്. അപ്പൊ ഒരു വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സുകളൊക്കെ എടുക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷൻ ആണ്. അത്തരം ഡിപ്രസീവ് ഡിസോർഡേഴ്സുകളൊക്കെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റിനോടുള്ള എക്സ്പോഷർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കധികം കണക്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് പുറ രാജ്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ ഉള്ളത് സൗണ്ട് സ്കേപ്സ് ആണ്. ഇപ്പൊ നേച്ചറിൽ ഉണ്ടാക്കുന്ന പല കൈൻഡ് ഓഫ് സൗണ്ടുകൾ ഉണ്ട്. സൗണ്ട് ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ ഈ ചെറിയ കിളികളുടെ ശബ്ദം, ഈ ഇലകൾ ഉണ്ടാക്കുന്ന ശബ്ദം, പിന്നെ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം. ഇതാണെന്ത് നമ്മളിപ്പോ ഒരു തെറാപ്യൂട്ടിക് സെറ്റിംഗ്സിലാണെങ്കിൽ പോലും പല മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സൗണ്ടുകളൊക്കെ കേൾക്കാറില്ലേ. നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടെക്നിക്സുകളിൽ നമ്മളോട് കണ്ണൊക്കെ പൂട്ടി ശാന്തമായിരിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് ഒക്കെ വെച്ചിട്ട്, അതായത് ഈ നേച്ചറിന്റെ സൗണ്ട് ഒക്കെ എന്താ പറയാ വേറെ രീതിയിൽ ബൂസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ കേട്ടിരിക്കാറില്ലേ. അത് തന്നെയാണ്, അതായത് സൗണ്ട് ഓഫ് നേച്ചർ, ബേർഡ് സിംഗിങ്, ബാബ്ലിംഗ് ഓഫ് ബ്രൂക്സ്. അപ്പൊ ഇതൊക്കെ ഒരു കാമിങ് എഫക്റ്റ് ഉണ്ടാക്കുകയും നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും ഒക്കെ കാരണമാവും. അറ്റ് ദ സെയിം ടൈം ഈ ഇങ്ങനത്തെ ലൗഡ് ട്രാഫിക് നോയ്സുകളിലേക്കുള്ള കോൺസ്റ്റന്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ് മെന്റൽ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ മോശപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ബിൽറ്റ് എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ കൊഹിഷൻ. അപ്പോൾ ഈ അർബൻ ഡിസൈനിങ്ങിൽ പറയുന്നത് വാക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നൈബർഹുഡ്സ്, മിക്സ്ഡ് യൂസ് ഓഫ് നൈബർഹുഡ്സ് വിത്ത് പ്ലാസാസ് ആൻഡ് പാർക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ കൂട്ടാനും അറ്റ് ദ സെയിം ടൈം സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്, സെക്യൂർ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ്. സേഫ്, സെക്യൂർ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് താമസിക്കുമ്പോൾ കുറച്ചുകൂടി ഫാമിലീസ് ഒക്കെ താമസിക്കുന്ന നൈബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതായിരിക്കും കുറച്ചുകൂടി ഓപ്റ്റ് ചെയ്യുക. അത് സേഫും ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളോട്. ഓക്കെ, അപ്പൊ ഓവർ ക്രൗഡിങ്ങും പുവർ ലിവിങ് കണ്ടീഷൻസും ഒക്കെ സ്ട്രെസ്സും സോഷ്യൽ ഐസൊലേഷനും വളരെ നല്ല രീതിയിൽ ബാധിക്കും. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനത്തിൽ ഡിസൈനിങ്ങിനും മാനേജ്മെന്റിനും ഒക്കെ ഒരു സേ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ എന്താണ് നിങ്ങളുടെ പ്രിഫറൻസുകൾ കാണിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുമ്പോൾ എന്താണ് അത് നിങ്ങളുടെ വെൽബീയിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയെ എംപവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ഓവർലോഡ് ആൻഡ് ഡിജിറ്റൽ ഡീടോക്സ്. അപ്പൊ ഇവിടെ എന്താണ് ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ചില സമയങ്ങളിൽ ദിവസവും 1-2 മണിക്കൂർ ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കംപ്ലീറ്റ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്നും ഡിജിറ്റൽ വേൾഡിൽ നിന്നിട്ടും എന്താണ് നമ്മൾ തന്നെ ഒന്ന് വിഡ്രോ ചെയ്തിട്ട് നിൽക്കുക. അതാണ് ഡിജിറ്റൽ ഡീടോക്സ് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ ഡിവൈസസിനോടുള്ള കോൺസ്റ്റന്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഫർമേഷൻ ഓവർലോഡും ഉണ്ടാക്കും, അറ്റ് ദ സെയിം ടൈം അത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ കൂട്ടും, ആൻസൈറ്റി കൂട്ടും, അറ്റ് ദ സെയിം ടൈം സ്ലീപ്പ് പ്രോബ്ലംസും ഉണ്ടാക്കും.
ഓക്കെ, അതായത് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറയും. ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ എക്സ്പോഷർ എത്രയോ കൂടുന്നത് കാരണം എന്താണ്, നമുക്ക് പണ്ടുള്ളത് പോലെയല്ല, നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് എത്രയോ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്നിട്ട് ഡിസ്കണക്ട് ചെയ്യുകയും ഇടയ്ക്ക് ഡിജിറ്റൽ ബ്രേക്സ് എടുക്കാന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ ഡിസൈഡ്. അപ്പൊ ഇൻഫർമേഷൻ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്തത് എന്നുള്ളതും വളരെ അതായത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വിഷ്വലിയും ടെക്സ്ച്വലിയും ഒക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്ത് തന്നതെന്നുള്ളതെന്ന് നിങ്ങൾ അതിനെ മനസ്സിലാക്കാനും അതിനെ വെച്ചിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനും നിങ്ങളുടെ സ്ട്രെസ് ലെവലിനെ വരെ എന്താണ് അത് ഇമ്പാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് തരുന്ന ഒരു സാധനം, ഒരു ടോപ്പിക്കിനെ നിങ്ങൾക്ക് ഒരു കവിതയായിട്ടോ കഥയായിട്ടോ പ്രസന്റേഷൻ ആയിട്ടോ ഒക്കെ പ്രസന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നമ്മുടെ ഓഡിയൻസിനെ നോക്കിയിട്ട് നമ്മൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രസന്റ് ചെയ്യുന്നതിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുന്നതും എന്താണ്, നമുക്കത് പ്രസന്റ് ചെയ്ത് തരുന്ന സാധനം എങ്ങനെയാണോ പ്രസന്റ് ചെയ്ത് തരുന്നത് അത് നമ്മുടെ അതായത് നമ്മൾ പെർസീവ് ചെയ്യുന്ന അല്ലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിലും നമ്മുടെ സ്ട്രെസ് ലെവൽസിലും ഒക്കെ എന്താണ് അത് ബാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോ ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് കീ എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ക്രിസ്പ് ആയിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് കൾച്ചറൽ നോംസും സോഷ്യൽ എക്സ്പെക്ടേഷൻസും കുറെ ഉണ്ടാവും. അപ്പൊ ഇത് എത്രത്തോളം നമ്മുടെ ബിഹേവിയറിനെയും വെൽബീയിങ്ങിനെയും വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൾച്ചറൽ നോംസും സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസും എന്ന് പറയുന്നത്. അപ്പോ ഇൻക്ലൂസിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ തരം ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഒരു സ്ഥലത്തോട് കണക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റിയോട് കണക്റ്റഡ് ആവുന്ന ഒരാൾ എന്ന് പറയുന്നത് അയാൾക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാവും. അത് അയാളുടെ മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിനെ എന്താണ് നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രീൻ സ്പേസസിനോടുള്ള അൺഈക്വൽ ആക്സസ്, സേഫ് ഹൗസിംഗ് ഇല്ലാതാവുക, ക്വാളിറ്റി അമ്യൂണിറ്റീസ് കിട്ടാതിരിക്കുക, ഇതൊക്കെ എന്താണ് വെൽബീയിങ്ങിൽ ഇനീക്വാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ചില ആളുകൾക്ക് മാത്രം ഇതിനോടൊക്കെ ആക്സസ്, ചില ആളുകൾക്ക് ആക്സസ് ഇല്ലെങ്കിൽ എന്താണ് എല്ലാവരുടെ വെൽബീയിങ്ങിനെയും അതെന്താണ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ പറഞ്ഞാൽ എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എൻവയോൺമെന്റൽ ജസ്റ്റിസ് കൂടി തരാനുള്ള ഒരു സ്പേസ് ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് ടു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആക്സെപ്റ്റബിലിറ്റി ഓഫ് എൻവയോൺമെന്റൽ പോളിസീസ്. എൻവയോൺമെന്റൽ പോളിസി അല്ലെങ്കിൽ ഒരുപാട് പോളിസി മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ എൻവയോൺമെന്റൽ പോളിസികളുടെ ആക്സെപ്റ്റബിലിറ്റി എത്രത്തോളം അതിനെന്താണ് ആക്സെപ്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇത് ആക്സെപ്റ്റബിലിറ്റി കിട്ടാനും ആക്സെപ്റ്റബിലിറ്റി ഇല്ലാതാകാനും കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. സ്ട്രോങ് എൻവയോൺമെന്റൽ വാല്യൂസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ്, പോളിസികളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രോങ് എൻവയോൺമെന്റൽ വാല്യൂസ് ഉള്ള ആള് സ്ട്രിക്റ്റർ പോളിസീസ് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഈ എൻവയോൺമെന്റൽ പോളിസി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരിക, പല കൈൻഡ് ഓഫ് പോളിസീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു റൂള് വെച്ചതെന്ന് പറഞ്ഞാല് സെഗ്രിഗേഷൻ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക. ഓരോ തവണയും എന്താണ് മുനിസിപ്പാലിറ്റീസ് വന്ന് കളക്ട് ചെയ്ത് പോവുക. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു റൂളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. നമ്മൾ അത് പാലിക്കുമ്പോൾ മാത്രമാണ് എന്ത് അത് ലോ എന്താ പറയാ ഗവൺമെന്റിന് നല്ല രീതിയിൽ അത് നടപ്പിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനുമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് അതും എന്താണ് ഈ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം പോളിസികൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഇതെന്ന് പറയുന്നതും ഒരു എന്തായിരിക്കും, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി പേഴ്സണൽ ആയിരിക്കും നിങ്ങൾക്കത്. ഇപ്പൊ എക്കണോമിക് കോസ്റ്റുകൾ എന്തെങ്കിലും രീതിയിൽ വരും എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് പോളിസീസ് നിങ്ങൾക്ക് തരുന്ന പോളിസികൾ എന്തെങ്കിലും രീതിയിൽ ഒരു എക്കണോമിക് കോസ്റ്റ് വരും എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ജോബ് ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഹൈ പ്രൈസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്ക് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് പോളിസി ആണെങ്കിൽ നിങ്ങൾ എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ ഒരു എക്കണോമിക് മുടക്കും ഇല്ലെങ്കിൽ, മുതൽ മുടക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പകരം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മണി സ്പെൻഡ് ചെയ്യണമെന്ന് വരുമ്പോൾ പലരും ആക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കും.
പിന്നെ ഫെയർ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന കുറെ പോളിസീസുകൾ ഉണ്ട്. ഇത്തരം പോളിസികൾ പല ആളുകളും എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അൺഫെയർ ആയിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് നമുക്ക് തോന്നുന്ന പോളിസികൾ എന്താണ് പലപ്പോഴും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അതായത് ഇപ്പോ എല്ലാ ആളുകൾക്കും ഒരേപോലെ ബെനിഫിഷ്യൽ ആവുന്ന പോളിസികളായിരിക്കും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക. ഇന്ന് ചില ആളുകൾക്ക് മാത്രം ബെനിഫിഷ്യൽ ആവുന്ന പോളിസികൾ എന്താണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു കൊള്ളണമെന്ന് ഇല്ല. നെക്സ്റ്റ് വൺ, ഗവൺമെന്റിൽ ഉണ്ടാകുന്ന ട്രസ്റ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഉണ്ടാകുന്ന ട്രസ്റ്റുകൾ, പോളിസി മേക്കേഴ്സിൽ ഉണ്ടാകുന്ന ട്രസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് വളരെ നല്ല രീതിയിൽ പോളിസി ആക്സെപ്റ്റ് ചെയ്യാനും അതിന്റെ എഫക്റ്റീവ്നെസ്സിനും കാരണമാവും. അപ്പം നമുക്ക് ഈ പോളിസികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഇത് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം കൂടിയാണ് ഒരു പോളിസിയുടെ വിജയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. എന്തൊക്കെ തരം ആ പോളിസി എന്താണ്, അതിന്റെ ക്യാരക്ടർ എന്താണ്, അതിന്റെ ടൈപ്പ് എന്താണെന്നുള്ളതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് റെഗുലേഷൻ, ഇൻസെന്റീവ്, എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ്, മാർക്കറ്റ് ബേസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പോളിസീസ്. ഇപ്പൊ ഇതിനൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്സെപ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. അത് ഓരോ സിറ്റുവേഷൻസിനും സാഹചര്യത്തിനും പിന്നെ ഓരോ ഓഡിയൻസിനും അനുസരിച്ചിട്ട് എന്താണ് ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് സ്റ്റുഡൻസിന് കുറച്ചുകൂടി എന്തായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പക്ഷേ നിങ്ങൾക്ക് ഒരു വർക്ക് പ്ലേസിൽ പോയിട്ട് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് നടത്താൻ പറ്റില്ല, റെഗുലേഷൻസ് നടത്താൻ പറ്റില്ല, മാർക്കറ്റ് ബേസ്ഡ് അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് എന്താണ് ഈ ഒരു പോളിസികളുടെ രീതിയും മാറും. പിന്നെ എന്തെങ്കിലും രീതിയിൽ എൻവയോൺമെന്റൽ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോളിസി ആണെന്ന് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ പോളിസി ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഫെയർനെസ്, ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സ്, അറ്റ് ദ സെയിം ടൈം പബ്ലിക് പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് ഒരു പോളിസി ഉണ്ടാക്കുന്ന സമയത്ത്, പിന്നെ ഈ ഒരു പോളിസിന്റെ പിന്നിൽ എന്തെങ്കിലും ഡാർക്ക് സൈഡ് ഉണ്ടോ, അതായത് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിവുണ്ടാകുമ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങളൊരു പോളിസി ഉണ്ടാക്കുമ്പോൾ ആ ലോക്കൽസുമായിട്ട്, അതായത് ആ സ്ഥലത്തുള്ള ലോക്കൽസുമായിട്ട് യാതൊരു രീതിയിൽ ഇന്ററാക്ഷനും നടത്തിയിട്ടില്ലെങ്കിൽ ആ പോളിസി ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവർ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങളൊരു പോളിസി ഉണ്ടാക്കുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളോട് ചോദിച്ചിട്ട് അവിടെ എന്താ നടക്കുന്നത് ചോദിച്ചിട്ട് അവരെ നീഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു പോളിസി ഉണ്ടാക്കുന്നതെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലേ. കാരണം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക എന്നുള്ളതും ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളൊരു പോളിസി ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നിൽ കുറെ ഹിഡൻ അജൻഡാസും അല്ലെങ്കിൽ ഹിഡൻ കാര്യങ്ങളും ടേംസും കണ്ടീഷൻസും ഉണ്ടെങ്കിൽ ആളുകൾക്ക് എന്തായിരിക്കും അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ എന്നുള്ളതൊന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊക്കെ ആക്സെപ്റ്റബിലിറ്റി ഒരു കാരണമാവും. പിന്നെ ക്ലിയർ, കൺസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർസ്വേസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിൽ എത്ര കോസ്റ്റ് വരും, ഒരു പേഴ്സൺ എത്രത്തോളം ചെലവഴിക്കണം, പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആളുകൾക്ക് ഒരു കൃത്യമായ ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെന്താണ് പബ്ലിക് ഒപ്പീനിയനെ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ കൺസിഡർ ചെയ്തിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടാക്കുന്ന പോളിസീസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതായത് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നോക്കിയിട്ട് ഒരു പോളൊക്കെ നടത്തി ആളുകളുടെ ആഗ്രഹങ്ങളും എന്തും നോക്കിയിട്ട് നമ്മൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അറ്റ് ദ സെയിം ടൈം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് എത്രത്താണുള്ളത് നോക്കണം. കാരണം ഇതൊക്കെ ആക്സെപ്റ്റബിലിറ്റിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ എൻവയോൺമെന്റൽ ഇതിനെ കുറിച്ചുള്ള അതായത് എൻവയോൺമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പോളിസീസിനെ കുറിച്ചുള്ള കൾച്ചറൽ വാല്യൂസ് നമ്മൾ നോക്കണം. കാരണം ഈ ഒരു ഇൻഡിവിജ്വലിസം, കളക്റ്റീവ് ആക്ഷൻ ഒക്കെ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കാനുള്ളതിനുള്ള കാരണങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ എത്രത്തോളം ഫെയർ ആക്കാൻ പറ്റും അത്രത്തോളം ഫെയർ ആക്കുക, എത്രത്തോളം ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും എത്രത്തോളം ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു ഉണ്ടാക്കിയ പോളിസി എന്ന് പറയുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആക്കുന്ന രീതിയിലായിരിക്കും. ആ പ്രൊസീജിയറിലുള്ള ട്രാൻസ്പെറൻസും എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആണ് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സോഷ്യൽ നോംസും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും എന്ന് പറയുന്നത്
എൻവയോൺമെന്റൽ പോളിസിക്ക് സപ്പോർട്ട് കിട്ടാനും ആക്സെപ്റ്റിവിറ്റി കിട്ടാനും ഉള്ള ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ പറഞ്ഞാല് കോ ബെനിഫിറ്റ്സ് വെച്ചിട്ട് എന്താ പറയുക, ഓരോ എൻവയോൺമെന്റൽ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ആളുകൾക്ക് വരുമ്പോൾ അതും എന്താണ് ആക്സെപ്റ്റൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവുന്ന എന്തെങ്കിലും രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇന്ന രീതിയിൽ വേസ്റ്റുകളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോ കൊടുക്കുകയാണ്, അപ്പൊ ഇത്ര കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചാക്ക് ഈ ഒരു വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തതിന് എന്താണ് 12 രൂപ 15 രൂപ വെച്ച് കിട്ടും അറിയുമ്പോൾ ആളുകൾ അത് കുറച്ചുകൂടി വൃത്തിയിൽ ചെയ്യാൻ നോക്കും. കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് എന്താ ഒരു കാശ് കിട്ടണം അതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, അതായത് ഒരു റിവാർഡ് പോലെ അവർക്കൊരു കാര്യം കിട്ടുകയാണ്. അല്ലെങ്കിൽ കൊറോണയോ നിപ്പയോ ഒക്കെ വന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും രീതിയിൽ ഒരു പബ്ലിക്കിന് ഹെൽത്തിനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് ഹെൽത്തുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചുകൂടി അത് ശ്രദ്ധിക്കും. കാരണം ഈ കൊറോണ പോലെയൊക്കെ വന്നതല്ലേ, ഇനിയൊന്നും വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് എൻവയോൺമെന്റൽ സൈക്കോളജിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ 3 പാർട്ടുകളിലും ഒരേ സാധനമാണ് പറയുന്നത്. സ്കോപ്പും നേച്ചറൊക്കെ ഏകദേശം ഒരേ സാധനമാണ് പറയുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ നോക്കുക. എല്ലാം സിമ്പിളും ആണ്, അറ്റ് ദ സെയിം ടൈം എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, കാരണം സിമിലർ ആയതുകൊണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് എന്താക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.